ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. ഇത് നമുക്ക് കണ്ണും കൈയും ഒക്കെ കെട്ടിയിട്ടുള്ളൊരവസ്ഥയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ സ്ട്രഗ്ലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 9 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ട്, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ രാത്രിയിലെ ഓവർ തിങ്കിങ് കൊണ്ടായിരിക്കാം. ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഓവർ തിങ്ക് ചെയ്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് ജോലികളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ രാത്രികളിലെ ഉറക്കമില്ലായ്മയും ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് എന്തായാലും ഒരു ഹാങ് ഓവർ കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ ഒരു മടി, അലസത, പിന്നെ കുറച്ച് മെൻ്റൽ കോൺഫ്ലിക്റ്റ്, സ്ട്രഗിള്, എല്ലാം ഒരു മെല്ലപ്പോക്ക് നയം, അതൊക്കെയാണ് ഈ 9 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇത് ഒരുതരം എന്താണ്, നമുക്ക് നമ്മളിങ്ങനെ പിടിച്ചു കെട്ടിയേക്കുന്ന പോലെയോ നമ്മൾ മറ്റാരോ കൺട്രോൾ ചെയ്ത പോലെയോ ഒക്കെ ഒരു തോന്നൽ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം സീക്ക് ചെയ്യുന്നതാണ്. പണം നമുക്ക് ആവശ്യമുണ്ട് ഇന്നത്തെ ദിവസം, പക്ഷേ നമ്മുടെ കയ്യിൽ പണം ഇല്ല. അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തന്നെ പണമാണ്, നമ്മൾ എപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. നമ്മളിത് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കിട്ടും എന്ന് വിചാരിക്കുന്ന പണമാണ്, പക്ഷേ ഇതുവരെ കിട്ടിയില്ല, നമ്മുടെ ആവശ്യം വളരെ അടുത്തെത്തി. അപ്പോൾ ഇപ്പോൾ കിട്ടുമോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതും, കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നതും, കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതുമായ കാർഡാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, അതൊക്കെയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു വ്യക്തി വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളുടെ വേറെ ബോർഡ്സ് അറിയാതിരിക്കുക, അവരെവിടെയാണ് എന്താണെന്ന് അറിയാതിരിക്കുക. ആ അവസ്ഥയിൽ നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ആലോചിക്കുക, അവരെ മിസ് ചെയ്യുക, അവരെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അവരെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 5 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നമ്മളെ മറ്റുള്ളവർ മുതലാക്കുക എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ നമ്മുടെ എനർജി എടുത്തിട്ട് അവർ കാര്യം കാണുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർ പേരെടുക്കുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ് 5 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർ നമ്മളെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വശംവദരായി നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മളെ മുതലാക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളായിരിക്കും മറ്റുള്ളവരോട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നത്തെ എനർജിയിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവർക്ക് ഹേർട്ട് ആവുന്നുണ്ടോ, മറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഇൻസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കാതെ പറയുന്നൊരു വാക്കായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേണ്ട, നമ്മളായിട്ട് വെറുതെ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ വേദനിപ്പിക്കാതെ, അതാരോ ആയിക്കോട്ടെ, അവരെ വേദനിപ്പിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. നമ്മൾ മറ്റാരും മുതലാക്കാൻ നിൽക്കേണ്ട, നമ്മളെ മറ്റാരും മുതലാക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുകയും വേണ്ട. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മുടെ വഴി നോക്കി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് 5 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടൊന്നും ഉപദ്രവിക്കാതെ മെല്ലെ ഇങ്ങനെ നമ്മുടെ ഒരു വശം തീർന്ന് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് 2 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വീണ്ടും ആരെയോ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്താണ്, ആർക്കോ വേണ്ടിയിട്ട് ആരോ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, വാട്സപ്പിലായിരിക്കാം, നിങ്ങൾ ആരെയോ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ
ആരുടെയോ മെസ്സേജിനോ അല്ലെങ്കിൽ അവരുടെ റിപ്ലൈക്കോ അവരുടെ സ്റ്റേറ്റസ് അപ്ഡേഷനോ ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങൾ ഫോൺ എടുത്താൽ ഉടനെ നോക്കുന്നത് അവരുടെ എന്തെങ്കിലും സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടോ എന്നായിരിക്കും. അപ്ഡേഷനൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഇതെന്താണ് ഇടാത്തത് എന്നുള്ളത് നമ്മൾ നോക്കൂലേ, അവരുടെ വേറെ ബോർഡ്സ് ചെക്ക് ചെയ്യത്തില്ലേ. അതാണ് ഈ 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ആരെക്കുറിച്ചെങ്കിലും സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ എനർജി. ഇനി അതല്ല, നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്ത് പോവുകയാണ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അത് ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ടാരോ പഠിക്കണമെന്ന് തീരുമാനിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ടാരോ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഇതെന്താണ് ഈ ടാരോ നമ്മൾ അന്വേഷിക്കും അല്ലേ. അന്വേഷിച്ച് നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ടാരോ പഠിക്കാൻ പറ്റുമോ, ഇതിന് എവിടെയാണ് പഠിപ്പിക്കുന്നത്, ഇത് എത്ര രൂപയാകും എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യത്തില്ലേ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അന്വേഷിക്കത്തില്ലേ, നെല്ലും ബദലും തിരിയാൻ നോക്കത്തില്ലേ. അപ്പോൾ അതാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുക, എന്നിട്ട് നമ്മൾ വേണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. നെക്സ്റ്റ് ഹെർമിറ്റ് എനർജിയാണ്. ഒരു സ്വയം ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു ആത്മപരിശോധന ചെയ്യുന്നതും സത്യാന്വേഷണം നടത്തുന്നതും ഒക്കെയാണ് ഹെർമിറ്റ് എനർജി. പിന്നെ ഒരു തരം ഒറ്റപ്പെട്ട ഒരു ഫീലാണ്, ഒറ്റപ്പെട്ട പോലെ തോന്നും, തന്നെ ഇരിക്കുമ്പോൾ കരയാൻ തോന്നും, അതുപോലെ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെ തോന്നും, പെട്ടെന്നൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് ഹെർമിറ്റ് എനർജി. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഒരു ഒരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്തുന്നുണ്ടാവും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ മൂവ് ചെയ്ത് പോകുന്നുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു മെൻറ്ററിനെ തേടുന്നതായിരിക്കാം. നിങ്ങൾ തന്നെ ഒരു മെൻറ്ററാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ മറ്റൊരു മെൻറ്ററിനെ തേടുന്നതും അവരിൽ നിന്ന് ഗൈഡൻസ് കിട്ടുന്നതുമാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു മെൻറ്ററാവുന്നതാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളോട് വന്ന് അഭിപ്രായം ചോദിക്കുക, മറ്റുള്ളവർ നിങ്ങളോട് വന്ന് അഡ്വൈസ് ചോദിക്കുക, അതൊക്കെയാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തുന്ന എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ്. ഒരു യങ്ങർ ആയിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ടാത്ത ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. ചിലപ്പോൾ അതൊരു പ്രണയമായിരിക്കാം, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ഹെൽപ്പായിരിക്കാം, ഒരു സർപ്രൈസ് ആയിരിക്കാം, ഗിഫ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ മക്കളിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ ബ്രദേഴ്സിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ യങ്ങർ ബ്രദറിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക. അതൊക്കെയാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ശരിക്കും നിങ്ങൾ സർപ്രൈസ്ഡ് ആവാന്ന് തന്നെയാണ്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക, വലിയ വിലയുള്ള ഗിഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ എന്തോ നിങ്ങളത് ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്ന ഒരു എനർജിയാണ് ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്ന എനർജിയാണ്. അതായത് നമ്മളൊരു ബാലൻസ് ഇല്ല. എന്നാൽ അത് ബാലൻസ് ആണോ എന്ന് ചോദിച്ചാൽ ബാലൻസ് ആണ്. ഈ ബാലൻസ് ഇല്ലായ്മയിൽ ബാലൻസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാലം നിൽക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ആ എനർജിയിൽ തുടർന്നാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇവിടെ പെൻറ്റക്കിൾ ആയതുകൊണ്ട് തന്നെ പണത്തിൻ്റെ പേരിൽ 2 ഓപ്ഷൻസ് കാണും. ചിലപ്പോൾ നിങ്ങൾ കയ്യിൽ പൈസ വെച്ചിട്ട് ഇതിനടയ്ക്കണോ എന്ന് കോൺഫ്ലിക്റ്റഡ് ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ പൈസ രണ്ടിടത്തുനിന്ന് നിങ്ങൾ കടം ചോദിച്ചു, രണ്ടിടത്തുനിന്ന് കിട്ടുവാണെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിക്കണം ഇവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. 2 ഓപ്ഷൻസ് വന്നാൽ, പണത്തിൻ്റെ പേരിൽ 2 ഓപ്ഷൻ വന്നാൽ അതിലേത് ചെയ്യുമെന്ന് അറിയാൻ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന എനർജിയാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ലോങ് ടേമിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഇത് ഞാൻ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ ലോങ് ടേമിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ ലോങ് ടേമിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഷോർട്ട് ടേം നോക്കിയിട്ട് കാര്യമില്ല, ലോങ് ടേമിലേക്ക് ചിന്തിക്കുക. നമ്മൾ പെൻറ്റക്കിൾസ് എപ്പോഴും ലോങ് ടേമിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ ലേറ്റായിട്ട് വരുന്നത്. മെറ്റീരിയൽ ബെനിഫിറ്റുകൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടാൻ സാധ്യത കുറവാണ്, പതുക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ എന്നാൽ ഇമോഷൻസ് പെട്ടെന്ന് വരും. സ്വോഡ് പെട്ടെന്ന്, വഴക്കൊക്കെ നിൽപ്പി ഷടേന്നായിരിക്കും വഴക്കൊക്കെ വരുന്നത്. സ്വോഡൊക്കെ പെട്ടെന്ന് വരും. കാറ്റ്, അതായത് സ്വോഡ് എനർജിയാണ് കാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫയർ പെട്ടെന്നാണ് ആൾ കത്തുന്നത്, അതൊക്കെ പെട്ടെന്ന് വരും. പക്ഷേ പെൻറ്റക്കിൾസ് പെട്ടെന്ന് വരത്തുമില്ല, വന്നാൽ പെട്ടെന്ന് പോകത്തുമില്ല. അത് ഒരു വലിയൊരു എനർജിയാണ്, അത് നമ്മളിലേക്ക് വരാൻ വളരെ സമയമെടുക്കും. അപ്പോൾ ഈ പണം എന്ന് പറയുന്ന സാധനം നമ്മളിലേക്ക് വന്നാൽ നമുക്ക് അതുകൊണ്ട് ബെറ്റർമെൻറ്റും ബെനിഫിറ്റും ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും
വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ലോങ് ടേമിലേക്ക് ചിന്തിച്ചിട്ട് വേണം എപ്പോഴും പെൻറ്റക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം എടുക്കാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണോ ഇവർക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിക്കണോ ഇത് വാങ്ങിക്കണോ, അല്ലാതെ ഞാൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് ഈ ഓരോ കാർഡും ഇൻഡിവിജ്വൽ കാർഡ്സ് റീഡ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഓരോ കാർഡും വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇന്ന് ഈ കാർഡ് റെസനേറ്റ് ആയി എന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലൊക്കെ റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ദെൻ ഏസ് ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ്. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ട് നിങ്ങളിങ്ങനെ ജഗളിങ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പം പൈസയുടെ കാര്യം തന്നെ എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്, അതുകൊണ്ടാണല്ലോ ജഗളിങ് ഉണ്ടാകുന്നത്. പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. അതുപോലെ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, എന്നൊരു പുതിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് മോസ്റ്റ്ലി നമുക്ക് ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാരിറ്റി നോക്കി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മെൻ്റൽ ക്ലാരിറ്റി, പുതിയ തുടക്കം, പുതിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, സർജറി ഒക്കെ ഉണ്ട് കേട്ടോ. സർജറി, എന്തെങ്കിലും സർജറിയൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സർജറിയൊക്കെ ചെയ്യുക. പിന്നെ മുറിവ് പറ്റാതെ നോക്കണം കേട്ടോ. കത്തി കൊണ്ടോ ആയുധം കൊണ്ടൊന്നും മുറിവ് പറ്റാതെ നോക്കണം. ചിലപ്പോൾ ഒരു ന്യൂ ബേബി നമ്മുടെ ലൈഫിലേക്ക് ചിലപ്പോൾ എൻ്റർ ആവുന്നുണ്ടാവാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രോജക്റ്റ് ചിലപ്പോൾ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളായിട്ടൊരു പുതിയ ആശയം, പുതിയൊരു ഐഡിയ, ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കാം. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോഡ്സ്. ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. പുതിയ തുടക്കം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ആൾ എൻ്റർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ ഡബിൾ കാർഡാണ് ഇത്. ഡബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഒബ്സഷൻ്റെയും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ കൺട്രോളിലേക്ക് പോവുക. മറ്റുള്ളവരുടെ കൺട്രോൾ മീൻസ് മറ്റുള്ള ആളുകളായിരിക്കാം, മറ്റുള്ള സാഹചര്യമായിരിക്കാം, മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലപ്പം നല്ല സമാധാനമായിട്ട് വന്ന് ഹാപ്പി ഫാമിലി ലൈഫിലേക്ക് ചിലപ്പോൾ അവിടുത്തെ കുടുംബനാഥ അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയി പോകുന്നതായിരിക്കാം. ഡ്രഗ്സ് ആയിരിക്കാം, മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ വീട്ടിലുള്ള ഒരു ഫോണിൽ അഡിക്റ്റ് ആവുന്നതായിരിക്കാം. അങ്ങനെയുള്ള അഡിക്ഷൻസ് ആൻഡ് പൊസഷൻസ് വരുന്നത് ഈ ഡബിൾ കാർഡാണ്. അത് മറ്റൊരു നെഗറ്റീവ് എനർജി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻ തോന്നുക, അഡിക്ഷൻ തോന്നുക എന്നാണ്. അതുപോലെ നിങ്ങൾ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോകുന്നവരാണെങ്കിൽ ആ ടോക്സിസിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഭീകരമായിട്ട് ഫീൽ ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൈസ കൈകാര്യം ചെയ്യുമ്പോഴും ഇന്നൊരു പുതിയ സംരംഭമൊക്കെ നിങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അവിടെ ഒരു നെഗറ്റീവ് എനർജി കടന്ന് വട്ടം കറങ്ങുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഡബിൾ കാർഡ് പറയുന്നത്. അതുപോലെ ചില കാര്യങ്ങളോട് ചില ആളുകളോട് വല്ലാത്ത അഡിക്ഷൻ തോന്നുക, ചില ആളുകളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തത് അഡിക്ഷൻ തോന്നുന്നതാവാം. അവരോടുള്ള എല്ലാ രീതിയിലുള്ള അഡിക്ഷൻ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. ശരിക്കും അത് അഡിക്ഷൻ ആൻഡ് പൊസഷൻ ആണ് കേട്ടോ. ഭയങ്കര പൊസസീവ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ടോക്സിസിറ്റിയുടെ ഏറ്റവും ക്രൂവലസ്റ്റ് ഫോമൊക്കെ ചിലപ്പോൾ ഇന്ന് കാണാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് വന്നിട്ട് ചാരിയറ്റാണ്. അപ്പോൾ നിങ്ങളിത് വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം. ഒരിക്കലും ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു അവസരമായിരിക്കാം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പണമായിരിക്കാം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല, അല്ലെങ്കിൽ അത് നിന്ന് പോയി, നിങ്ങളിന്ന് ഒരിക്കലും കിട്ടാത്ത വിധം അത് അകന്നു പോയി എന്ന് വിചാരിച്ച എന്ത് കാര്യമാണോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുള്ളത് അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചെത്തിച്ചേരുന്നു എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള പദ്ധതിയാണത്. അത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച് അതിനെ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുള്ളതായിരിക്കാം. പക്ഷെ അത് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്കത് വെച്ച് നീട്ടുകയാണ്. ഇന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുന്നു എന്നാണ്. നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടാതെ നിങ്ങൾ വളരെ വിഷമിച്ചിട്ടുള്ള ഒരു ജോബോ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങളെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ഇന്ന് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അതാണ് ചാരിയറ്റ് എനർജി പറയുന്നത് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ ഈ കുഞ്ഞു പ്രശ്നങ്ങളെ വലിയ പ്രശ്നമാക്കും. അതായത് ഈ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ തുമ്പ കൊണ്ടെടുക്കുന്ന രീതിയിലാക്കുന്ന അവസ്ഥയിലാണ് ആ മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ
കാട് കയറുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇങ്ങനൊന്നുമല്ല, ഇത് എൻ്റെ നെഗറ്റീവ് തോട്ടാണ്. അപ്പോൾ ഇന്ന് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഓവർ തിങ്കിങ് മാത്രമാണത്. അവിടെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യാതൊരു പങ്കില്ല, നിങ്ങളുടെ നെഗറ്റിവിറ്റി മാത്രമാണ് അതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുണ്ടാക്കിയ കുറേ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് നിങ്ങൾ എതിരിടുന്നത്, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളാണ് അവിടുത്തെ ശത്രു, നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന എനർജിയാണ് 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളോട് ഒറ്റയ്ക്ക് എതിരിടുക, ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരിക, എനിക്ക് മാത്രം എന്താണിത് എന്ന് ചിന്തിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അത് പകുതി പ്രശ്നം നിങ്ങളായിട്ടുണ്ടാക്കിയതാണ്, കുറച്ച് പ്രശ്നമുള്ളൂ അല്ലാത്തത്. റെക്ടിഫൈ ചെയ്യേണ്ട കുറച്ച് പ്രശ്നവും ബാക്കി മൊത്തം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് മാറി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് നെഗറ്റീവ് തോട്ട്സിലൊക്കെ ഇരിക്കുന്ന ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അതിൽ എൻ്റെ നെഗറ്റീവായിട്ടുള്ള തോട്ട് കൊണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.